2021 ഒരു ദക്ഷിണ കൊറിയൻ ടെലിവിഷൻ പരമ്പരയാണ് വിൻസെൻസോ. ആകെ മൊത്തം 20 എപ്പിസോഡാണ് ഈ പരമ്പരയ്ക്ക് ഉള്ളത്. സോങ് ജൂങ് കി പ്രധാന കഥാപാത്രമായി എത്തുന്ന ഈ പരമ്പര ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, ബ്ലാക്ക് കോമഡി, റൊമാൻസ് എന്നിവ കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു. 8-ാം വയസ്സിൽ പാർക്ക് ജൂഹും എന്ന ഒരു കൊറിയൻ ബാലനെ ഒരു ഇറ്റാലിയൻ കുടുംബം ദത്തെടുക്കുന്നു. കസോന കുടുംബത്തിലെ തലവനായ ഡോൺ ഫാബിയോ അവന് വിൻസെൻസോ കസാനോ എന്ന പുതിയ നാമകരണം ചെയ്യുന്നു. വിൻസെൻസോ ഒരു അഭിഭാഷകനും മാഫിയയുടെ കൺസൾട്ടന്റും ഡോൺ ഫാബിയോയുടെ വലങ്കയുമായിരുന്നു. എന്നാൽ ഇതൊന്നും ഡോൺ ഫാബിയോയുടെ മകന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് മാഫിയ തലവനായ ഫാബിയോയുടെ മരണം സംഭവിക്കുന്നത്. ഈ അവസരം മുതലെടുത്ത് മാഫിയ സ്ഥാനം വിൻസെൻസോ കൈയടക്കുമോ എന്ന് ഭയന്ന് വിൻസെൻസോയെ കൊല്ലാൻ ഫാബിയോയുടെ മകൻ പൗലോ ശ്രമിക്കുന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പൗലോക്ക് തക്കതായ മറുപടിയും കൊടുത്ത് വിൻസെൻസോ തന്റെ ജന്മദേശമായ സൗത്ത് കൊറിയയിലെ സിയോളിലേക്ക് പുറപ്പെടുന്നു. വിൻസെൻസോയുടെ ഈ തിരിച്ചുവരവിന് പിന്നിൽ തക്കതായ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു. ഈയിടെയായി മരിച്ചുപോയ ചൈനീസ് വ്യാപാരിയായ ഗുങ് പ്ലാസയുടെ 1.5 ടൺ സ്വർണ്ണത്തിലായിരുന്നു വിൻസെൻസോയുടെ കണ്ണ്. എന്നാൽ ഈ സ്വർണം ഒരു അപ്പാർട്ട്മെന്റിലെ ബേസ്മെന്റിൽ അതീവ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചിരുന്നു. ആ അപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥാവകാശം നിയമവിരുദ്ധമായി ബാബേൽ ഗ്രൂപ്പ് ഏറ്റെടുത്തു. എന്നാൽ ഇത് അവിടെ താമസിക്കുന്നവർക്ക് അംഗീകരിക്കാനായില്ല. തന്റെ സ്വർണം വീണ്ടെടുക്കാൻ വിൻസെൻസോ അവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റിൽ താമസം ഉറപ്പിച്ചു. ആരും അറിയാതെ ആ സ്വർണം അവിടെ നിന്ന് മാറ്റുക എന്തായിരുന്നു വിൻസെൻസോയുടെ ഉദ്ദേശം. അതേ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന അഡ്വക്കേറ്റ് ആയിരുന്നു ഹോങ് കോങ് ചാൻ. അദ്ദേഹത്തിന്റെ മകൾ ബാബേൽ ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു. എന്നാൽ തന്റെ മകൾ ഇങ്ങനെ ബാബേൽ ഗ്രൂപ്പുമായി ഒത്തുചേർന്ന് പോകുന്നതിൽ ആ അച്ഛന് ഇഷ്ടമില്ലായിരുന്നു. കാരണം ബാബേൽ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ അത്ര നല്ലതല്ലായിരുന്നു. നിയമവിരുദ്ധമായി ഈ ബിൽഡിംഗ് കൈയടക്കാൻ ശ്രമിച്ചതിന് ബാബേൽ ഗ്രൂപ്പിനെതിരെ അദ്ദേഹം കേസ് ഫയൽ ചെയ്തു. എന്നാൽ ഇത് ഇഷ്ടപ്പെടാത്ത ബാബേൽ ഗ്രൂപ്പ് തെളിവുകളില്ലാതെ ഒരു ആക്സിഡന്റ് സൃഷ്ടിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ആദ്യമൊക്കെ വിൻസെൻസോവായി വഴക്കുണ്ടാക്കിയിരുന്ന മകൾ അച്ഛന്റെ മരണശേഷം വിൻസെൻസോവായി ചേർന്ന് ബാബേൽ ഗ്രൂപ്പിനെ തകർക്കാൻ തീരുമാനിക്കുന്നു. അവർക്ക് സപ്പോർട്ടായി ബിൽഡിംഗിൽ താമസിക്കുന്ന ഓരോരുത്തരും ഉണ്ടായിരുന്നു. അങ്ങനെ ബാബേൽ ഗ്രൂപ്പിനെതിരെ പോരാടുന്ന വിൻസെൻസോയും അദ്ദേഹത്തിന്റെ അയൽക്കാരുടെയും വ്യത്യസ്തവും രസകരവുമായ പോരാട്ടങ്ങളാണ് ഈ ഡ്രാമയിലുടനീളം. കെ ഡ്രാമ ഇഷ്ടപ്പെടുന്നവർ എന്തുകൊണ്ടും കണ്ടിരിക്കേണ്ട ഒരു മികച്ച സീരീസാണിത്.